പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുൻപിലാണ്. ഈ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് മലബാറിലെ, കേരളത്തിലെ, വയനാട്ടിലെ ഏറ്റവും വലിയ അത്ഭുത പള്ളിയായ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഞാൻ അല്പം നേരത്തെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? കുറച്ച് ദിവസങ്ങൾ ഈ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും സമർപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ആശീർവദിക്കപ്പെടാൻ പോകുക. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതിയാണ്. ആഗമന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന പൊന്നു തമ്പുരാൻ കേൾക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോ ഒപ്പിയെടുക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീര് ഈശോ തുടക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ ഹൃദയവേദനകൾ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടിയാ. സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി വന്ന് നിങ്ങളുടെ കുടുംബത്തിലെ സങ്കടങ്ങൾ, കലഹങ്ങൾ, കുടുംബ തകർച്ചകൾ, വിഷാദ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കിടപ്പ് രോഗികൾ, പ്രായാധിക്യം മൂലം കടന്നു വരുന്ന രോഗപീഠകൾ, അങ്ങനെയുള്ള എല്ലാ നിരന്തരമുള്ള അപകടങ്ങൾ, അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത കടബാധ്യതകൾ, ശരീര തളർച്ചകൾ, നട്ടെല്ലിൻ്റെ വേദനകൾ, ഒന്ന് കുനിയാൻ പറ്റാത്ത അവസ്ഥ, വയറ്റിലെ പുണ്ണ്, ശരീരത്തിലെ അലർജികൾ, തുമ്മലുകൾ, ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകൾ, കാലുവേദനകൾ, വേരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുകൾ, വിട്ടുമാറാത്ത തലവേദനകൾ. കാരണം ഇതെല്ലാം ഭൂതോച്ചാടകർ പറയുന്നുണ്ട്, ഇത് ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പീഡകളാണെങ്കിൽ അതൊരു പിശാചുബാധ കൂടിയാണ്. അപ്പം മരുന്നും വേണം, മന്ത്രവും വേണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് മന്ത്രമാണ്. മരുന്ന് നമ്മുടെ ഡോക്ടർമാരാണ് തരിക. മരുന്നും പ്രാർത്ഥനയും വേണമെന്ന് പല ഡോക്ടർമാരും പറയാറുണ്ട്. ആയതിനാൽ ഇന്നത്തെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക, നിങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് കടന്നു വരിക. അവരുടെ ശൈശവ സംബന്ധമായ രോഗങ്ങൾ, അവരുടെ ഉറക്കത്തിലെ ഞെട്ടലുകൾ, അവരുടെ ദുസ്വപ്നങ്ങൾ, നിരന്തരമുള്ള പനി, ജലദോഷ, തുമ്മൽ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ. ഒരപ്പനും അമ്മയും വന്നതൊരു കുഞ്ഞിൻ്റെ ഹൃദയരോഗം മാറാൻ വേണ്ടിയാണ്. പല മക്കളുടെയും പിരിപിരിപ്പുകൾ നിയന്ത്രിക്കാനാവുന്നില്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല, വാശി, ദേഷ്യം, കരച്ചിൽ, സങ്കടങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരിക. ക്യാൻസർ രോഗികളെ നിങ്ങളെ സുഖപ്പെടുത്താനായി ഇതാ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈശോ കടന്നു വരിക. നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ, നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ. പുറത്താരോടും പറയാൻ പറ്റാത്ത പലവിധ വേദനകളുണ്ട്. ജീവിത പങ്കാളിയുടെ തെറ്റായ ബന്ധങ്ങൾ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ, മദ്യപാന ബന്ധനങ്ങൾ, ലഹരിയുടെ ബന്ധനങ്ങൾ, മക്കളുടെ ലഹരി കച്ചവടങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കൾ, തെറ്റായ ബന്ധങ്ങളിൽ അടിമപ്പെട്ടു പോയ മക്കൾ, ഇതെന്ത് ചെയ്യണമെന്നറിയാതെ വേദനിച്ച് നിൽക്കുന്ന മാതാപിതാക്കളെ ഇതാ കർത്താവായ ഈശോ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അത്ഭുത പള്ളിയുടെ അൽത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ എഴുന്നള്ളിയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയ്ക്കായി മണിക്കൂറുകൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കുറപ്പാണ് ഈ ഡിസംബർ മാസത്തിൽ, ഈ നോമ്പ് കാലത്ത് കർത്താവായ യേശു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മോചനം നൽകും, നിങ്ങളുടെ തൊഴിൽ മേഖലകൾക്ക് മോചനം നൽകും, നിങ്ങളുടെ തൊഴിൽ അന്വേഷണങ്ങൾക്ക് മോചനം നൽകും, നിങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ എടുത്തു മാറ്റും, നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ വിട്ടുമാറും, നിരാശകൾ വിട്ടുമാറും. വഴിതെറ്റിപ്പോയ മക്കളെ നേരെ കൊണ്ടുവരുമെന്ന് എനിക്കുറപ്പാണ്. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനൊന്ന് കരമുയർത്തി സ്തുതിച്ചാരാധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഫിലിപ്പിയരുടെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 11 വരെ. കുറച്ച് നീണ്ട വചനങ്ങളാണ്.
ഈ വചനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടത് ഫാദർ ഗബ്രിയൽ ആമോർട്ടാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ അച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കാനും അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാനും ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് മക്കളെ. അപ്പം അച്ഛൻ ഉപയോഗിക്കുന്ന വചനഭാഗമാണ് അത്. അതിൻ്റെ പ്രത്യേകിച്ച് 7-ാമത്തെ വചനം, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായ വചനമാണ്. ഈ തപസ്സുകാലത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ നമ്മുടെ തപസ്സെന്ന് ഉദ്ദേശിച്ച അച്ഛൻ ആഗമനകാലത്തിൻ്റെ ഈ നോമ്പ് ദിനങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ അന്ധകാര ശക്തികളും പ്രകൃതി വിരുദ്ധ ശക്തികളും തിന്മയുടെ ആധിപത്യങ്ങളും സാത്താനും തിന്മകളും നെഗറ്റീവ് എനർജികളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാണ് മക്കളെ. ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രാർത്ഥന നമുക്ക് പങ്കെടുക്കാം. ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കൗശലക്കാരനായ സർപ്പമേ, ദുഷ്ടാരൂപിയെ, ദുഷ്ടശക്തിയെ, നാരകീയ ശക്തിയെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ നാമത്തിൽ നിന്നെ ശാസിക്കുന്നു. നീ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനും കുടുംബങ്ങളെ തകർക്കുന്നതിനും മനുഷ്യമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനുള്ള നിന്റെ പ്രവൃത്തികൾ ഇന്ന് അവസാനിപ്പിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു. സാത്താനെ ഈ മക്കളിൽ നിന്നും, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും, ഇവരുടെ തൊഴിൽ മേഖലകളിൽ നിന്നും, ഇവരുടെ മക്കളിൽ നിന്നും, കുഞ്ഞുമക്കളിൽ നിന്നും, അവരുടെ യാത്രകളിൽ നിന്നും വിട്ടുപോകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് 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 ദിവ്യകാരുണ്യ ഈശോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിന് നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളെ ബാധിച്ച സകല തിന്മകളെ I command every spirit of evil to depart from you. Bless the name of Jesus. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ രാവിലെയും വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പും നിങ്ങളിത് കേൾക്കണം. പ്രത്യേകിച്ച് 90 ദിവസങ്ങൾ നിങ്ങൾ ഒരു നിയോഗം വെച്ച് രാവിലെയും വൈകുന്നേരം ഇത് കേട്ട് കഴിഞ്ഞാൽ ഈശോ അത് കേൾക്കുക തന്നെ ചെയ്യുമെന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് മക്കളെ. പ്രത്യേകിച്ച് അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛൻ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ എല്ലാ മക്കൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന് കർത്താവിൻ്റെ വെളിപാട് കിട്ടാൻ, കർത്താവിൻ്റെ ആ കൃപ ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം കേരളത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ മക്കൾക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ അവസരമായിരിക്കും കോഴിക്കോട് ഒരുക്കുന്ന. അതിനാണ് എൻ്റെ മിത്രൻ എന്നെ കോഴിക്കോടേക്ക് അയക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ആയതിനാൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ. പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തിൽ 7-ാം തീയതി ധ്യാനം ആരംഭിക്കുക. എൻ്റെ കൂട്ടുകാരൻ രാജനച്ഛനാണ് ഇപ്രാവശ്യത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നോടൊപ്പം വിദേശത്ത് ഇറ്റലിയിൽ ശുശ്രൂഷ ചെയ്ത വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ലൂർദ് മാത പള്ളിക്കുന്ന് പള്ളിയിൽ ഈ മാസത്തെ ധ്യാനം നടക്കുന്നത്. നിങ്ങൾ പറ്റുന്നവരെല്ലാവരും വരണം. പിന്നീട് ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ഇവിടെ ധ്യാനമില്ല. ഇവിടുത്തെ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. എന്നാൽ മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ആദ്യ ഞായറാഴ്ചത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞാനായിരിക്കും. നിങ്ങളെ വയനാട്ടിലെ അത്ഭുത പള്ളിയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. മാർച്ച് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഇപ്പോൾ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്താൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്,
എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.